അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിലെ ദുറൂസ് 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ. ഈ ലോകത്തേക്ക് നാം വരുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹുവിൻ്റെ പേരാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ നാം അവസാനമായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് മാത്രമാണ് സർവ്വ സൃഷ്ടികളും പ്രവർത്തിക്കുന്നത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഹദീസ് ശരിക്കും കാണാതെ പഠിക്കണം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഇതിൻ്റെ അർത്ഥം 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒന്നുകൂടി. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. ശ്രദ്ധിച്ച് പഠിക്കണം. വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നത് വെറുക്കുക. ഒന്നുകൂടി. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നത് വെറുക്കുക. അള്ളാഹു കഴിവ് നൽകിയത് കൊണ്ടാണ് തീയിന് കരിക്കാൻ കഴിയുന്നത്, കത്തിക്ക് മുറിവേൽപ്പിക്കാൻ കഴിയുന്നത്, വെള്ളത്തിന് ദാഹം മാറ്റാൻ കഴിയുന്നത്, മഴക്ക് വിത്തുകൾ മുളപ്പിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ അള്ളാഹു കഴിവ് നൽകിയത് കൊണ്ട് മാത്രമാണ്. സിറാത്തുൽ മുസ്തഖീം. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? നേരായ വഴി. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴി. അള്ളാഹു കോപിച്ചവരുടെ വഴിയല്ല. അള്ളാഹു അനുഗ്രഹിച്ചവർ ആരാണ്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്രാം നൂറ്റാണ്ടിലാണ് രൂപീകരിക്കപ്പെട്ടത്? 20ാം നൂറ്റാണ്ട്. ആരാണ് നബിമാർ? അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവർ. സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെപ്പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ ഡാഷും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും. ഇത് രണ്ടുമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ പുതിയ തലമുറകൾക്ക് കാണിച്ചു കൊടുത്തത്.
ആരാണ് സിദ്ദീഖുകൾ? പ്രവാചകന്മാർ പഠിപ്പിച്ച വഴിയിൽ ഉറച്ചു നിന്നവർ. ആരാണ് ശുഹദാക്കൾ? വിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. ആരാണ് സ്വാലിഹീങ്ങൾ? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബാക്കി വെച്ച 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹുവിൻ്റെ കിതാബും നബി ചര്യയും. ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര്? സ്വഹാബികൾ. ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര്? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. എന്ത് ക്രോഡീകരിച്ചാണ് 4 മദ്ഹബുകൾ രൂപീകരിക്കപ്പെട്ടത്? ഖുർആനും ഹദീസും. കർമ്മശാസ്ത്രത്തിൽ എത്ര മദ്ഹബുകൾ ഉണ്ട്? 4. വിശ്വാസപരമായി എത്ര ത്വരീഖത്തുകളുണ്ട്? 2. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അറിയപ്പെടുന്നു ആര്? കർമ്മശാസ്ത്രത്തിലെ 4-ൽ ഒരു മദ്ഹബും വിശ്വാസപരമായുള്ള 2-ൽ ഒരു ത്വരീഖത്തും പിൻപറ്റുന്നവർക്ക്. ഒന്നുകൂടി, കർമ്മശാസ്ത്രത്തിലെ 4-ൽ ഒരു മദ്ഹബും വിശ്വാസപരമായുള്ള 2-ൽ ഒരു ത്വരീഖത്തും പിൻപറ്റുന്നവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ. കേരള മുസ്ലിമീങ്ങൾ ഭൂരിഭാഗവും ഏത് മദ്ഹബ് സ്വീകരിച്ചവരാണ്? ഷാഫി മദ്ഹബ്. കേരള മുസ്ലിമീങ്ങൾ ഭൂരിഭാഗവും ഏത് ത്വരീഖത്ത് സ്വീകരിച്ചവരാണ്? അശ്അരി ത്വരീഖത്ത്. സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടത് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിന് ശേഷവും നബിയോട് മര്യാദ പാലിക്കൽ ഡാഷ് നിർബന്ധമാണ്. വുളൂ ഇല്ലാതെ വിശുദ്ധ ഖുർആൻ തൊടൽ ഹറാമാണ്. വിശുദ്ധ ഖുർആനിനോടുള്ള മര്യാദകൾ എന്തൊക്കെ? വിശുദ്ധ ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക. അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്ത്? നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ. പേര് കേൾക്കുമ്പോൾ എന്തു ചൊല്ലണം? നബിമാരുടെ പേരുകൾ കേൾക്കുമ്പോൾ അലൈഹിസ്സലാം. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ പേരുകൾ കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പള്ളിയുടെ ആദരവ് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക, ഭൗതിക സംസാരം ഒഴിവാക്കുക, ശബ്ദം താഴ്ത്തി സംസാരിക്കുക. അത് പിശാചിനെ ഒഴിച്ചിട്ട് കൊടുക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഭക്ഷണത്തെ കുറിച്ച്.
Thank you for watching. Have a nice day.